പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും അകലാതെ, വിട്ടകലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇത് പറയാണ്, അപ്പോൾ നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. ഇപ്പോൾ ദുരിതങ്ങളും വേദനകളും അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ, സങ്കടങ്ങളുടെ, കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയാകാം നീ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തെ വിടാതെ ദൈവത്തോട് ചേർന്നിരിക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിൻ്റെ ശാന്തത വെടിയരുത്. ഈശോയോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്ത് ദൈവസ്നേഹത്തിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിനോടാണ് ഈ വചനം പറയുന്നത്. കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്ന, ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനോടുള്ള സന്ദേശമാണ്: മോനെ, വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് വിട്ടകലാതെ നീ ചേർന്നിരിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന ദുരിതങ്ങളല്ലാതൊന്നും നിന്റെ ജീവിതത്തിൽ വരില്ല എന്നർത്ഥം. നീ അനുഭവിക്കുന്ന ഈ ദുരിതം ദൈവം അനുവദിച്ചതാണ്. ഈ സഹനം ദൈവം അനുവദിച്ചതാണ്. ഈ വേദന ദൈവം അനുവദിച്ചതാണ് നിന്റെ ഉപരിനന്മയ്ക്കായിട്ട്. അത്ര കണ്ട് ഞെരുക്കപ്പെടുന്ന ചില ദൗർഭാഗ്യ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകും, നിശ്ചയമായിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ വചനം കൂട്ടിച്ചേർക്കുക: നിന്റെ ശാന്തത വെടിയരുത്, നിന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോകരുത്, നിന്റെ വൈകാരികതയ്ക്ക് നീ അടിമപ്പെടരുത്, ശാന്തത വെടിയരുത്. അല്ലേ? ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ വരുമ്പോൾ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകും, വല്ലാതെ ഭാരപ്പെടാൻ തുടങ്ങും, വല്ലാതെ കണ്ട് ജീവിതം പരിഭ്രാന്ത അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷെ വചനം പറയുന്നൊന്ന് ശ്രദ്ധിച്ചേ: ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളെ, അനുഭവങ്ങളിൽ നീ ശാന്തത കൈവെടിയരുത്. നിന്റെ ഹൃദയത്തിൻ്റെ ശാന്തത സൂക്ഷിക്കുക, മനസ്സിൻ്റെ വൈകാരികതയൊക്കെ ശാന്തത സൂക്ഷിക്കുക. കാരണം എന്താ? ഇത് ദൈവം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്തതല്ലേ. ദൈവം അനുവദിച്ചതാണെങ്കിൽ എല്ലാ തിന്മകളും, എല്ലാ ദുരിതങ്ങളും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നിടത്താണ് ഈ വിശ്വാസമാണ് നിന്നെ ശാന്തനാക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്, അഭിഷേകം ചെയ്യുന്നത്. പ്രതീക്ഷ അറ്റുപോയ മക്കള്, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവര്, ജീവിക്കാനൊന്നുമില്ലാത്തവര്, ജീവിക്കാൻ പോലും സാധ്യതകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന മക്കള്, മാരകരോഗത്തിൻ്റെയും മാറാരോഗത്തിൻ്റെയും നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ, മക്കളെ ഓർത്ത്, അവരുടെ ദാമ്പത്യത്തെ ഓർത്ത് കർത്താവെ വല്ലാതെ സങ്കടപ്പെടുന്നവർ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുള്ളവർ, ദാമ്പത്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുള്ളവർ, കർത്താവെ സന്തോഷിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല, ക്ഷമിക്കാൻ പറ്റണില്ല, അങ്ങനെയൊക്കെ തിന്മയുടെ ചില സ്വാധീനങ്ങളുടെ വലയങ്ങളിലായിരിക്കുന്നവർ, ദുശീലങ്ങളുടെ അടിമപ്പെട്ട്, തിന്മയ്ക്ക് അടിമപ്പെട്ട് പോയ മക്കള്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, ദൈവമേ വല്ലാതെ ഞെരുങ്ങുന്നുണ്ട്, വല്ലാതെ വേദനിക്കുന്നുണ്ട്, പുറമെയൊക്കെ ചിരിക്കുകയോ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളുകൊണ്ട് വല്ലാതെ വിങ്ങുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കള് ഈ ആരാധനയിൽ പങ്കെടുത്ത് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, കരുണയുടെ കടാക്ഷം ഈ മക്കളുടെ മേൽ നീട്ടണമേ, നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ. ഈശോയെ, 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 നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ, കരം നീട്ടണമേ, കരം നീട്ടണമേ. ഇരുകരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചേ. നിങ്ങളുടെ അവസ്ഥകൾ എന്തെന്ന് അറിയുന്നവൻ ദൈവമാണല്ലോ. നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, മനസ്സ് തുറക്കാം, ജീവിതം തുറന്നു വയ്ക്കാം. ദൈവമേ, ഇതാണ് എൻ്റെ അവസ്ഥ, കരുണ കാണിക്കാൻ പറ. ഈശോ, ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, കരുണ കാണിക്കാൻ പറ. ദൈവമേ, ഇതാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, കരുണ കാണിക്കാൻ പറ. ആ ദാഹത്തോടെ, സ്നേഹത്തോടെ ഈശോയെ വിളിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മുട്ടുമേലായിരിക്കാം. ലോകം മുഴുവനെയും നമ്മളെയും തമ്പുരാൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആരെയൊക്കെ
തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ കൂടി ചേർത്ത് വെച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.